എല്ലാവർക്കും മിറാക്കിൾ ബട്ടർഫ്ലൈസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ആദ്യക്കുട്ടിന് പനിയായിരുന്നു. ആദ്യം ആദിസിനായിരുന്നു, പിന്നെ ആദ്യക്കുട്ടിനായി, പിന്നെ പനി അവിടുന്ന് സ്റ്റോപ്പ് ആയിട്ടോ. പിന്നെ എന്ത് വെച്ചില്ലേ, എൻ്റെ കാലിന് പണി കിട്ടി ഗൈസ്. താഴത്തൊരു ക്ലിപ്പ് കിടക്കുന്നുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. അത് മുട്ടത് ചവിട്ടി ചെറിയൊരു മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഞാൻ കാണിച്ചില്ല. ഏട്ടനോട് പറഞ്ഞതാണ് എന്നോട് കാണിച്ച് ചെറുതാണെങ്കിലും ചീച്ചെടുക്കാൻ തോന്നുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധ മൂലം അത് വിട്ടുകളഞ്ഞു. അപ്പോൾ അതെന്ത് വെച്ച് അത് അവിടെ ഇരുന്ന് പഴുത്തി. അപ്പോൾ പിന്നെ നല്ല വേദനയായ ശേഷം ഹോസ്പിറ്റലിലേക്ക് പോയി. അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോയത്. അപ്പോൾ പഴുക്കാനായിട്ട് ഒരു മരുന്ന് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരിട്ടത് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി പൊട്ടും കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം പഴുപ്പ് വെളിയിലോട്ട് വരുന്നതിൻ്റെ വേദനയാണ്. പക്ഷെ ഇത് സഹിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഇപ്പോൾ ഒരു സർജനെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാൻ വേണ്ടി പോയപ്പോൾ സർജൻ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം അവർ പിന്നെയും ഡ്രസ് ചെയ്ത് എനിക്ക് വെള്ളിയാഴ്ച വരാനാണ് പറഞ്ഞത്. പക്ഷെ അതുവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ, നല്ല വേദനയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ പറഞ്ഞു വന്നാൽ നമുക്ക് അടുത്തുള്ള ഇതിൽ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്തിമയിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ ഇത് കീറി കളയണം, പഴുപ്പ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. കാരണം നല്ല മരുന്ന് വെച്ച് കിട്ടിയത് അതിനായിരുന്നു. അപ്പോൾ അത് പഴുപ്പെടുത്ത് കളയാൻ വേണ്ടി എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി പഴുപ്പെടുത്ത് കളഞ്ഞു. നല്ല അടിപൊളി വേദനയായിരുന്നു കേട്ടോ. ആ ഒരു ചെറിയൊരു മുറിവ് എൻ്റെ അശ്രദ്ധ മൂലം ഇത്രയും ആയിപ്പോയി. ഇപ്പോൾ 2 ദിവസം റെസ്റ്റ് പറഞ്ഞേക്കാൻ എനിക്ക് കാലം നിൽക്കാൻ വയ്യ. അപ്പം ഞാൻ അതേ റൂമിൽ റെസ്റ്റ് എടുക്കാണ്. ആദ്യക്കൂട്ട അച്ഛൻ്റെ അടുത്താണ്, ആ ദിവസം ട്യൂഷൻ പോയിട്ടാണ്. അമ്മയും ഏട്ടനും ജോലിക്ക് പോയി. അപ്പോൾ ഞാനിങ്ങനെ റൂമിൽ ഇരിക്കണം. അപ്പോൾ ഇനി അത് കാരണം ഞാൻ കുറേ വീഡിയോസ് എടുക്കണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടക്കില്ലെന്ന് തോന്നുന്നു, നോക്കാം. അപ്പോൾ മാക്സിമം ഞാൻ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.